പെർഫോമൻസ് മാർക്കറ്റിംഗ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തന്നെ ഒരു ഡിവിഷനാണ്. പക്ഷേ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഗോൾ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഔട്ട്കം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ്. അപ്പം നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യുന്നതും പെർഫോമൻസ് മാർക്കറ്റർ ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും. ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് പെർഫോമൻസ് മാർക്കറ്റർ വർക്കൗട്ട് ചെയ്യും. അത് മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ്, ടൂൾസ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വേരിയസ് ചാനൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കും ഈ പെർഫോമൻസ് മാർക്കറ്റർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ഒരു ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെർഫോമൻസ് മാർക്കറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസും, അത് മേ ബി SEO ആയിരിക്കാം, ഗൂഗിൾ ആഡ്സ് ആയിരിക്കാം, വെബ്സൈറ്റ് ആയിരിക്കാം, മെറ്റ ആഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങോ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങോ ഗൂഗിൾ മൈ ബിസിനസ്സോ, അങ്ങനെ എല്ലാ ചാനൽസും യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ട ഗോൾ അച്ചീവ് ചെയ്ത് കൊടുക്കുക. ആ ഗോൾസ് എന്തൊക്കെയാവാം? മേ ബി വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആയിരിക്കാം, ലീഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആയിരിക്കാം. അപ്പം ഇത് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമൽ ഒരു ഡിജിറ്റൽ മാർക്കറ്ററും പെർഫോമൻസ് മാർക്കറ്ററും തമ്മിലുള്ളൊരു ഡിഫറൻസ്, മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്ററിനെ ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുകയാണ്. ക്ലയൻറ്റ് പറയുകയാണ് എനിക്ക് 10 പോസ്റ്റ്, ഒരു മാസം 10 പോസ്റ്റ് വേണം, 5 റീൽ വേണം, എനിക്ക് കുറച്ച് റീച്ച് ചെയ്യണം, ആഡ് ചെയ്യണം, എൻ്റെ സോഷ്യൽ മീഡിയ ചാനൽസൊക്കെ റീച്ച് ആക്കണം, ഇങ്ങനെയൊക്കെ പറയണം, എനിക്ക് SEO ചെയ്യണം. അപ്പോൾ അവർ ഈ പറയുന്ന ക്ലയൻറ്റും ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്ററും ആ ആക്ടിവിറ്റീസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ആക്ടിവിറ്റീസിൽ മാത്രമേ ഫോക്കസ് കൊടുക്കുന്നുള്ളൂ. അവർ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിൽ ബോധേഡേ അല്ല. ശരിക്കും ഇപ്പോൾ ഒരു 98% കമ്പനികളും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഈ ഒരു മെത്തേഡാണ്. ശരിക്കും ആ ഒരു കമ്പനിക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിക്ക് ഒരു മാസം ഒരു 35 to 40 lakhs റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് ജനറേറ്റ് ചെയ്യണം. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ പറയട്ടെ. നോക്കിക്കോ. അതായത് ഡിജിറ്റൽ മാർക്കറ്റർ ആദ്യം ചെയ്യുക, അവരുടെ യൂണിറ്റ് സെയിൽസ് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കും. അതിനനുസരിച്ച് ടോട്ടൽ സെയിൽസ് എത്ര വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. അതായത് ഒരു 75,000 ആണ് നമ്മളുടെ യൂണിറ്റ് സെയിൽസ് വാല്യൂ വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 ലക്ഷം സെയിൽസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സെയിൽസ് നടക്കണം എന്ന് കണ്ടുപിടിക്കാം. അതായത് 40 lakh ഡിവൈഡ് ബൈ 75,000. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും? ഒരു 50, 53 ആ റേഞ്ചൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി മിനിമം ഒരു 50 സെയിൽസ് നടന്നാലാണ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് കൺവേർഷൻ റേറ്റ്, അതായത് ആ ഒരു ഇൻഡസ്ട്രിയിലെ ഫുള്ള് നോക്കിയിട്ട് ഏകദേശം ആവറേജ് കൺവേർഷൻ റേറ്റ് എത്രയാണെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. കാരണം ഓരോ ബിസിനസ്സിനും പല കൺവേർഷൻ റേറ്റ് ആയിരിക്കും. അപ്പോൾ റീറ്റെയിലിൻ്റെ കൺവേർഷൻ റേറ്റ് ആയിരിക്കില്ല ഒരു എന്താ പറയുക റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിന് ഉണ്ടാവുക. അപ്പോൾ പലതിനും പലതായിരിക്കും. ഇനി ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു 7% ആണ് കൺവേർഷൻ റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 50 ടോട്ടൽ സെയിൽസ് വേണം. അപ്പോൾ 35-40 ലക്ഷം അച്ചീവ് ചെയ്യാനായിട്ട് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര ലീഡ് കിട്ടിയാലാണ് നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഇനി നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യേണ്ടത് ഏത് ചാനൽസ് വഴി ലീഡ് ജനറേറ്റ് ചെയ്യണം എന്നാണ്. ഓക്കെ, അത് മേ ബി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിന്നായിരിക്കാം, വെബ്സൈറ്റിൽ നിന്നായിരിക്കാം, SEO ആയിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ആയിരിക്കാം, റെഫറൽ ആയിരിക്കാം. ഇനി നോക്കേണ്ടത് ഈ പറഞ്ഞ ഏതൊക്കെ ചാനലിലേക്ക് എത്രയൊക്കെ % വരെ വർക്ക് വരാറുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവരുടെ ആ ഒരു പെർട്ടിക്കുലർ ക്ലയൻറ്റിൻ്റെ ഡാറ്റാസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കും? ഓൾറെഡി ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കോസ്റ്റ് പെർ ലീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു കാര്യം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണേ എന്നുള്ളത്? ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിന്ന് ഒരു 10% ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഇനി അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിന്ന് 20%, SEO ഒരു 3%, റെഫറൽ ഒരു ഇത്ര പെർസെൻറ്റേജ്, യൂട്യൂബിൽ നിന്ന് ഒരു 3%, അതല്ലാന്നുണ്ടെങ്കിൽ മെറ്റ ആഡ്സ് എന്നാണ് നമ്മൾ മെയിനായിട്ട് ലീഡ്സ് വരാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 60% അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടി, എന്താണ് ഉള്ളൊരു പ്ലാൻ കിട്ടി. ഇത് വെച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓരോ ചാനലിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ലീഡ്സ് നമുക്ക് വന്നാലാണ് ഒരു മന്ത് ഈ ഒരു 35 to 40 lakhs അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമുക്കിപ്പോൾ പ്ലാനൊക്കെ കിട്ടിയില്ലേ, ഇനി നമുക്കിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെറ്റ ആഡ്സിലാണ് നമ്മൾ 60% നമുക്ക് ലീഡ്സ് വരുന്നതെന്ന് പറഞ്ഞു. അവിടെ അപ്പം നമ്മൾ എത്ര ക്യാമ്പയിൻ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയണമല്ലോ. ഇതെങ്ങനെയാണ് പറയുക? നമുക്ക് അവരുടെ കോസ്റ്റ് പെർ ലീഡ് കണ്ടുപിടിക്കണം. ആ കോസ്റ്റ് പെർ ലീഡ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അവർ പ്രീവിയസ്ലി ക്യാമ്പയിൻസ് ചെയ്യാറുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡാറ്റ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് കോസ്റ്റ് പെർ ലീഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ്സ് മാനേജറിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കോസ്റ്റ് പെർ ലീഡൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്തുനിന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഏകദേശം ഒരു ആവറേജ് ഒരു ലീഡിന് എത്ര എമൗണ്ട് സ്പെൻഡ് ആക്കാറുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അത് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ 60% ലീഡ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ 60% ലീഡിൻ്റെ നമ്പർ, ഓക്കെ ഒരു 500 ലീഡാണ് നമുക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ പെർ ഡേ ഒരു എത്ര ലീഡ് വെച്ച് അവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ മെറ്റ ആഡ്സിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഇത്ര എമൗണ്ട് വെച്ചിട്ടാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇതേ സെയിം പ്രോസസ്സ് കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ആഡ്സിലും എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത് കേട്ടോ. ഇതുപോലെയുള്ള ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ചാണ് ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് മാർക്കറ്റർ കമ്പനിയിലേക്ക് വരുന്ന ലീഡ്സ്, ഏത് ചാനലിൽ നിന്നാണ് ലീഡ്സ് വരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. അത് പെർഫോമൻസ് മാർക്കറ്ററും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതേസമയം കമ്പനീസും ശ്രദ്ധിക്കണം. ഓരോ ലീഡ്സ് വരുമ്പോഴും അവരെങ്ങനെയാണ് നമ്മളെപ്പറ്റി അറിഞ്ഞത്, ഏത് ചാനൽ വഴിയാണ് നമുക്ക് വന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ഇത് മോണിറ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചാനലിൽ നിന്നായിരിക്കും നമുക്ക് കുറേ ലീഡ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അത് നിങ്ങളുടെ ആ ഒരു കമ്പനിയുടെ CRMലോ ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കോളം തന്നെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ മെറ്റ ആഡ്സിൽ ഒരു 60% എമൗണ്ട് ആണ്, അല്ലെങ്കിൽ 60% ലീഡ്സ് നമുക്ക് വരുന്നത് മെറ്റ ആഡ്സിലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എത്ര ലീഡ് വരണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് കിട്ടി. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടിയല്ലോ. അടുത്ത കാര്യം, അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലീഡിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റി ലീഡ്സ് വന്നാലാണ് കൺവേർഷൻ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റീവിലാണ്. ഒരു കാര്യം ക്രിയേറ്റീവാണ്. ആ ക്രിയേറ്റീവ് ഇപ്പം ഫോട്ടോ ആയാലും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആയാലും ഒരു വീഡിയോ റീലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റിങ് അതിലെ വിഷ്വൽസ്, അതിലെ ടൈപ്പോഗ്രഫി, അതിലെ കളറ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയും കൂടെ, അതായത് പെർഫോമൻസ് മാർക്കറ്ററിൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരിക്കലും ഒരു ഗ്രാഫിക് ഡിസൈനറുടെയോ വീഡിയോ എഡിറ്ററിൻ്റെയോ റെസ്പോൺസിബിലിറ്റി അല്ല. എൻഡ് ഓഫ് ദ ഡേ അവരായിരിക്കും എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓഡിയൻസിൻ്റെ ടേസ്റ്റും അവരുടെ എന്താ പറയുക കറക്റ്റ് നിങ്ങളെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ആ ചെയ്യുന്ന ക്രിയേറ്റീവ് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കോപ്പി റൈറ്റിംഗ് ആണ്. അതായത് നമ്മുടെ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ട് ആ പെയിൻ പോയിന്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ USPs ഒക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് നമ്മൾ എന്താണ് സർവീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സ്പെഷ്യാലിറ്റി എന്താണ്, നമ്മുടെ USP എന്താണ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള കോപ്പി റൈറ്റിംഗ് സ്കില്ലും മസ്റ്റാണ്. ഈ നമ്മൾ ആഡിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ഓഡിയൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് നമ്മളുടെ കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ, അവരുടെ ഏജ് ഗ്രൂപ്പ്, ഇങ്ങനെ അവരുടെ ലൊക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഇനിയും തീർന്നിട്ടില്ല.
ഇപ്പം നമ്മൾ ലീഡൊക്കെ വന്നു, നമ്മൾ ആഡൊക്കെ ചെയ്ത് നമുക്ക് ലീഡ്സൊക്കെ വന്നു. ലീഡ്സ് വന്നു കഴിഞ്ഞാൽ അത് ആരായിരിക്കും ഹാൻഡിൽ ചെയ്യണത്? സെയിൽസ് ടീമായിരിക്കും. അപ്പോൾ സെയിൽസ് ടീമിൻ്റെ അടുത്തും ഇനിയും നമ്മളുടെ ആ ഒരു ഇത് തീർന്നിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ ചെയ്യേണ്ടത്? സെയിൽസ് ടീം കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ വിളിക്കുന്നതിൻ്റെ സ്ക്രിപ്റ്റ് അത് കറക്റ്റാണോ, അതുപോലെ തന്നെ അവർ അവരുടെ കോൾ റെക്കോർഡിങ്സ് അനലൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ആവുള്ളൂ. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി ലീഡ്സ് വന്നു കഴിഞ്ഞിട്ട് ലീഡ്സിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, ലീഡ്സിന് ക്വാളിറ്റി കുറവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിൽ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഓഡിയൻസ് കറക്റ്റായിട്ടാണോ കൊടുത്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളുടെ ലീഡ്സ് വരുന്ന ആ ഒരു ലീഡ് ഫോം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും. ഏത് ടൈമിൽ കസ്റ്റമറെ വിളിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് ഒരു പെർഫോമൻസ് മാർക്കറ്ററാണ്. ഇതുപോലെ തന്നെ വീഡിയോയോ ഒരു ആഡ് ചെയ്യുമല്ലോ, ആ ആഡിൻ്റെ ക്രിയേറ്റീവ് ഉണ്ടല്ലോ, ആ ക്രിയേറ്റീവിൻ്റെ ഡയറക്ഷൻ ചെയ്യേണ്ടത് ശരിക്കും പെർഫോമൻസ് മാർക്കറ്ററാണ്. കാരണം അതിൽ കൂടെ നമ്മുടെ ഓഡിയൻസിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, അവരെ പെയിൻ പോയിൻറ്റ്സിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? A/B ടെസ്റ്റും ചെയ്ത് നോക്കണം. അതായത് A എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ആണോ അല്ലെങ്കിൽ B എന്ന് പറയുന്ന ക്യാമ്പയിൻ ആണോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ നന്നായി വർക്ക് ചെയ്യുന്ന ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നെക്സ്റ്റ് SEO ആണ്. SEO നമ്മൾ വെബ്സൈറ്റിലൊക്കെ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് റാങ്ക്ഡ് ആയി, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സ് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ വെബ്സൈറ്റ് ഫങ്ഷണലി, വിഷ്വലി, ടെക്നിക്കലി, അതുപോലെ തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കോണ്ടൻറ്റ്, ഈ കാര്യങ്ങൾ എല്ലാതും പെർഫെക്റ്റ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് പെർഫോമൻസ് മാർക്കറ്റർക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള CTAs, കോൾ ടു ആക്ഷൻ ബട്ടൺസോ അല്ലെങ്കിൽ ലൈൻസോ, ഇതൊക്കെ പ്രോപ്പറായിട്ട് കസ്റ്റമർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള UI/UX സ്കില്ലൊക്കെ ഈ പെർഫോമൻസ് മാർക്കറ്റർക്ക് വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ സ്കിൽസ് വേണം? ടെക്നിക്കൽ ഓഡിറ്റ് ചെയ്യാനും SEO ഓഡിറ്റ് ചെയ്യാനും അതുപോലെ വിഷ്വൽ ഓഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ് പെർഫോമൻസ് മാർക്കറ്റർക്ക് വേണം. ഇതൊക്കെ മോണിറ്റർ ചെയ്യുകയും വേണം പെർട്ടിക്കുലർ ടൈം പീരീഡിൽ. അതുപോലെ തന്നെ ഹീറ്റ് മാപ്പ് ടൂൾസും അനലറ്റിക്കൽ ടൂൾസൊക്കെ യൂസ് ചെയ്ത് കസ്റ്റമറിൻ്റെ ബിഹേവിയർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട ചേഞ്ചസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് അത്രയും ഒരു സ്കില്ലുള്ള അല്ലെങ്കിൽ ഒരു അനലൈസ് ചെയ്യാനായിട്ടുള്ള നല്ല സ്കില്ലുള്ള ആളുകളായിരിക്കണം ഈ പെർഫോമൻസ് മാർക്കറ്റർ. അടുത്തതായിട്ട് ഗൂഗിൾ ആഡ്സ് ആണ്. അപ്പോൾ ഗൂഗിൾ ആഡൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ലാൻഡിങ് പേജ്, കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കമ്പനിയുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതെങ്ങനെ ശ്രദ്ധിക്കും? നമ്മൾ കറക്റ്റ് കീവേഡുകളാണോ കൊടുത്തിട്ടുള്ളത്, ആ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർ കീവേഡ്സിന് തന്നെയാണോ നമുക്ക് ക്ലിക്ക് വന്നിട്ടുള്ളത്, നമ്മളൊരു അഡ്വർടൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന മെസ്സേജസ് ഇതെല്ലാം വളരെ കൺവിൻസിങ് ആണോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ ഒരു കസ്റ്റമർ ആഡൊക്കെ കണ്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ, അതായത് ലാൻഡിങ് പേജിലേക്ക് വരുമ്പോൾ ആ ലാൻഡിങ് പേജ് അപ്പീലിംഗ് ആണോ കൺവിൻസിങ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി അവരൊരു ഗൂഗിൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലാൻഡിങ് പേജിൽ അതിൻ്റെ ഇമേജ് മാത്രം കൊടുക്കാതെ ഒരു 360 വാക്ക് ത്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൺവേർഷൻ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിൽ പല രീതിക്കുള്ള ആഡ്സ് നമുക്ക് ചെയ്യാമല്ലോ, സെർച്ച് ആഡോ ഡിസ്പ്ലേ ആഡോ അങ്ങനെ. അപ്പോൾ ഡിസ്പ്ലേ ആഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ യൂട്യൂബ് വീഡിയോ അതിലായിരിക്കണം നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ആഡ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താലാണ് നമുക്ക് നമ്മളെ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഒരു പെർഫോമൻസ് മാർക്കറ്റർ ഈ മൊത്തത്തിൽ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. എന്നാൽ പോലും കമ്പനികളാരും, അതായത് റിക്രൂട്ടേഴ്സ് ആരും സാറ്റിസ്ഫൈഡ് അല്ല. അവർ പറയുന്നത് ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് വളരെ കുറവാണെന്നാണ്. അപ്പോൾ ഇത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻസ് പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഈവൻ സ്റ്റുഡൻസിൻ്റെ ഒരു അവയർനെസ്സിൻ്റെ പ്രശ്നമാണിത്. സ്റ്റുഡൻസ് ആയാലും ഇതറിയില്ല, കമ്പനീസ് ആയാലും അല്ലെങ്കിൽ ബിസിനസ്സുകൾക്കായാലും ഇതിനെപ്പറ്റി അറിയില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക? പോസ്റ്റ് ഇടുന്നു, വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ആഡ്സ് ചെയ്യുന്നു, SEO ചെയ്യുന്നു. അവർ കൂടുതലും ആക്ടിവിറ്റിയിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഓരോരോ ആക്ടിവിറ്റീസ് കീവേഡ് റിസർച്ച് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെയല്ല, അവർ റിസൾട്ട് ഡ്രിവൺ ആയിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനാരിയോ ഇപ്പോൾ ഉള്ളത്.
റിസൾട്ട് ഡ്രിവൺ ആയതുകൊണ്ട് പെർഫോമൻസ് മാർക്കറ്റർക്ക് 10x അല്ലെങ്കിൽ 100x വാല്യൂ ആണുള്ളത്. ഈവൻ സാലറീഡ് ആയാലും ഫ്രീലാൻസർ ആയാലും നല്ല റെമ്യൂണറേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു റവന്യൂ ഗോൾ അച്ചീവ് ചെയ്യാനാണല്ലോ ഹെൽപ്പ് ചെയ്യണത്. സോ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു കമ്പനിയിൽ നിങ്ങൾ ഫ്രീലാൻസറായിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഗോൾ എന്ന് പറയുന്നത് ഒരു 50 lakh സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ ഉണ്ടാക്കണം എന്നാണ്. ആ റവന്യൂ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു 20 lakh പ്രോഫിറ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50,000 60,000 ഒക്കെ ഈസി ആയിട്ട് സർവീസ് ചാർജ് വാങ്ങാം. കാരണം അതാ ഒരു 20 lakh പ്രോഫിറ്റിൻ്റെ ഒരു 2-3% വരുന്നുള്ളൂ. ഏകദേശം ഒരു 10% വരെ വാങ്ങാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ എന്താ പറയുക, പെർഫോമൻസ് മാർക്കറ്റായിട്ട് സാലറീഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിലും നല്ല പാക്കേജസ് ആണ് ഇപ്പം കിട്ടുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 2 lakhs വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് പെർഫോമൻസ് മാർക്കറ്ററിൻ്റെ പൊസിഷൻസ്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ശരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ സ്റ്റുഡൻസ് ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ്റഗ്രേറ്റഡ് ആണോ, ഗ്രാഫിക് ഡിസൈൻ എൻ്റെ കൂടെ പഠിപ്പിക്കുമോ എന്നൊക്കെയുള്ള ഡിബേറ്റിലാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈൻ്റെയോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് അല്ലെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണ്ട. അത് ചെയ്യുന്നത് കറക്റ്റാണോ അതിനെ ഡയറക്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് അറിയേണ്ടത് കേട്ടോ. അപ്പം അതാണ് സിറ്റുവേഷൻ. ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസിന് പുറമെ അറിഞ്ഞിരിക്കേണ്ട കുറേ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഗൂഗിൾ ഡോക്ക്, ഷീറ്റ്, അതൊക്കെ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലയൻറ്റ് റിപ്പോർട്ടിംഗ് ഒക്കെ സമയത്ത് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സ്കില്ലുകൾ, ഇതൊക്കെ എന്തായാലും വേണം. അതുപോലെ തന്നെ പെർഫോമൻസ് മാർക്കറ്റർക്ക് വേണ്ട ഒരു കാര്യമാണ് നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണം. അതായത് ഓരോ ക്ലയൻറ്റിൻ്റെ വർക്കിലും നമ്മൾ ഇൻഡെപ്തായിട്ട് ഇൻവോൾവ് ആയി അതിലെ മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ലേണിങ്സ് വെച്ച് നമുക്ക് അടുത്ത ഒരു പ്രൊജക്റ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഒരു പെർഫോമൻസ് മാർക്കറ്റർക്ക് അത്യാവശ്യമാണ്. പിന്നെ പെർഫോമൻസ് മാർക്കറ്റർ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് സ്കിൽസാണ് ഈ ബിസിനസ് ഫണ്ടമെൻ്റൽസ്, ലൈക്ക് ROI, CAC, CPL, ലൈഫ് ടൈം വാല്യൂ, ROAs, പിന്നെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ, ഗ്രോസ് മാർജിൻ, നെറ്റ് മാർജിൻ, ഇങ്ങനെയുള്ള ബിസിനസ് ജാർഗൻസ് അല്ലെങ്കിൽ ടെർമിനോളജീസ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ പെർഫോമൻസ് മാർക്കറ്റർക്ക് വേണ്ട വേറെ സ്കിൽസാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇതൊക്കെ വേണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസർച്ച് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാനും ChatGPT റിസർച്ച് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു റിസർച്ച് സ്കില്ല് മസ്റ്റായിട്ടും ആവശ്യമാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന രീതി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് ചിലർ ഓൺലൈനായിട്ട് തിയറി മാത്രം പഠിക്കുന്നവരുണ്ട്, ചിലർ ഓഫ്ലൈനായിട്ട് തിയറി മാത്രം പഠിച്ചവരുണ്ട്, ചിലർ മെറ്റാഡ്സ് ചെയ്ത് കാണിച്ചു കൊടുക്കും, ട്രെയിനർ കാണിച്ചു കൊടുക്കും, അത് കണ്ടിരുന്ന് പോകുന്നവരുണ്ട്. ചിലർ പബ്ലിഷ് വരെ ചെയ്യും, പബ്ലിഷ് വരെ എത്തിയിട്ട് പബ്ലിഷ് ചെയ്യാണ്ട് തിരിച്ചു പോരും. ചിലർ പബ്ലിഷ് ചെയ്യും, പിന്നെ ഒന്നും ഇല്ല. ഇങ്ങനെയൊക്കെയാണുള്ളത്. ശരിക്കും ചെയ്യേണ്ടത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പെർഫോമൻസ് മാർക്കറ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും വരുന്നത് ശരിക്കും. ഓക്കെ, ഒരുവിധം ആക്ടിവിറ്റീസ്, അതായത് നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തുനിന്ന് വരുന്ന റിസൾട്ടുകൾ മോണിറ്റർ ചെയ്ത് അത് ഒപ്റ്റിമൈസ് ചെയ്ത് ക്വാളിറ്റി ലീഡ്സ് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു സാധനമാണ് വേണ്ടത്. അത് ഒരു സ്ഥലത്തും ഇപ്പോൾ ചെയ്യുന്നില്ല. വെറുതെ തിയറി മാത്രം പഠിച്ച് ഒരു 10-30 പേരുള്ള ഒരു ക്ലാസ്സിലൊക്കെ ഇരുന്ന് കൂട്ടത്തിൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അങ്ങനെയല്ല പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കേണ്ടത്. അതിന് നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും വേണം. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കറക്റ്റായിട്ടൊരു പ്രോജക്റ്റിൽ നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അറിവിൽ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-95% സിലബസുകളിൽ അങ്ങനെ ഒരു ടോപ്പിക്കേ ഇല്ല. ഇനി ഒരു 98% എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ആയാലും അങ്ങനെ ഒരു ടോപ്പിക്ക് സിലബസിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് അത് എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് മാർക്കറ്റിങ്ങിലാണ് ഇനി ഫോക്കസ് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ ശരിക്കും ലൈവായിട്ട് ഏജൻസിയിലൊക്കെയാണ് ചെയ്യുന്നത് പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ കോഴ്സിനെ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ എടുത്ത്
എന്ത് ചെയ്യാൻ നോക്കണം. ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തോ. ഒരു 3 മാസമൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 25,000 50,000 ഒക്കെ ചാർജ് ചെയ്യാം. അങ്ങനെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്ലയൻറ്റ് സെലക്ഷനാണ്. നിങ്ങൾ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 100 രൂപ പ്രോഫിറ്റ് മാർജിനൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു ബിസിനസ്, ഒരു ക്ലയൻറ്റ് വരികയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് മാർജിൻ ഉള്ള ഒരു 50,000 അല്ലെങ്കിൽ 50 ലാക്ക് വരെയൊക്കെ ഒരു പ്രൊഡക്റ്റ് യൂണിറ്റ് സെയിൽസ് വാല്യൂ ഉള്ള ബിസിനസ്സുകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണം നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലയൻറ്റ് സെലക്ഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ 3 മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. ഈ 3 മാസം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫ്രഷറാണ്. അപ്പോൾ ആ ഒരു ക്ലയൻറ്റിന് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഇവർക്ക് ചെയ്യാൻ അറിയുമോ അല്ലെങ്കിൽ ഇവർ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, എൻ്റെ ചാർജ് ഇത്രയാണ്, 3 മന്ത്സ് ഞാൻ ചാർജ് ചെയ്യുന്നില്ല എൻ്റെ സർവീസ് ചാർജ്, വൺസ് 3 മന്ത്സ് കഴിഞ്ഞിട്ട് ഇതായിരിക്കും എൻ്റെ ചാർജ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ക്യാമ്പയിൻ എമൗണ്ട് മാത്രം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സാധനം ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, എന്നാലും ഇപ്പം എന്താ പ്രശ്നം, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് അവിടെ നല്ലൊരു ലേണിങ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ കരിയറിലേക്ക് അത് ഭയങ്കര വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ആവും. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു കോഴ്സ്, ഫുൾ സ്റ്റാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 6 മന്തിൻ്റെ ഒരു കോഴ്സാണ്. ഇതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൂൾസും ടെക്നിക്സും സ്കിൽസൊക്കെ പുറമെ ഇപ്പോൾ എന്താ പറയുക, ബിസിനസ് ഫണ്ടമെൻ്റൽ ടൂളുകൾ അല്ലെങ്കിൽ ബിസിനസ് ഫണ്ടമെൻ്റൽസ്, അതുപോലെയുള്ള പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ, അതുപോലെ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ, അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ പെർഫോമൻസ് മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സ് ആൻഡ് മെൻറ്റേഴ്സാണ്. അവർ ഏകദേശം ഒരു 10-30 ഇൻഡസ്ട്രീസിലായിട്ട് ഒരു 300-ലധികം ക്ലയൻസിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് പേരുള്ള ബാച്ചുകളായിട്ടൊന്നുമല്ല ക്ലാസ് എടുക്കുക. ഒരു 4-5 പേരുള്ള ബാച്ചുകളായിട്ടാണ് നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കണം എന്ന് നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ട്രെയിനറിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസുമാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് മാത്രമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു തരുന്നത് അവരുടെ എക്സ്പീരിയൻസും കേസ് സ്റ്റഡീസും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ലേണിംഗ് മെത്തേഡാണ്. നമ്മളുടെ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന, നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ സമ്പ്രദായമല്ല നമ്മളുടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ടീച്ചിങ് മെത്തഡോളജീസും അതുപോലെ ടീച്ചിങ് ടെക്നിക്സും ടൂളുകളും ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടുന്ന് പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടിയാലും ഫ്രീലാൻസർ ആയാലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ്സുകളും നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇൻ കേസ് ഡൗട്ട് ഉണ്ടായാൽ തന്നെ നമുക്ക് പോസ്റ്റ് കോഴ്സ് സപ്പോർട്ടും അവൈലബിൾ ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മെൻറ്റർഷിപ്പ് ആവശ്യമായിട്ട് വരും. അതിപ്പോൾ നിങ്ങളൊരു ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഫ്രീലാൻസർ ആവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ കുഞ്ഞു ഡൗട്ട്സുകളല്ല, നിങ്ങൾക്കൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആവശ്യമുള്ള സമയത്ത് എനി ടൈം നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ ഒരു 6 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്നത് പുതിയ ഇഷ്യൂസാണ്. അപ്പോൾ നമുക്ക് പോലും വരാത്ത ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് അത് സോൾവ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. പിന്നെ ഈ കോഴ്സിൽ നിങ്ങളെ ഞങ്ങൾ കോർപ്പറേറ്റ് റെഡിയാക്കും അല്ലെങ്കിൽ വർക്ക് റെഡിയാക്കും. എന്താ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, മോസ്റ്റ് സ്റ്റുഡൻസ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ജോലി ഇതിൽ തന്നെയായിരിക്കും വരുന്നത്. ഒരു വർക്കിംഗ് കൾച്ചറിനോട് ഒത്തുപോകാനോ അല്ലെങ്കിൽ അവർക്കൊരു വർക്കിംഗ് മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവില്ല.
അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ളൊരു കരിക്കുലമാണ് നമ്മുടേത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കൾച്ചർ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ അവിടെ പെരുമാറണം, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, മൊത്തത്തിൽ നിങ്ങളുടെ ആ ഒരു മോൾഡിങ് ഈ ഒരു കോഴ്സിൻ്റെ സിലബസിൻ്റെ ഭാഗമാണ്. ഇനി ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റില്ല. കാരണം ഇതിനൊരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഉണ്ട്, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഇവൻ നിങ്ങൾ ഫീസ് ഫുള്ള് തരാം എന്ന് പറഞ്ഞാൽ പോലും ഇത് പഠിക്കാൻ പറ്റില്ല. കാരണം പഠിക്കാൻ നിങ്ങൾക്കും പഠിപ്പിക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാവും. എങ്ങനെയില്ലെങ്കിൽ നിങ്ങൾക്കൊരു അനലിറ്റിക്കൽ തിങ്കിങ് സ്കില്ലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രോബ്ലം സോൾവിങ് സ്കില്ലോ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് സ്കില്ലോ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റൊക്കെ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഈ സ്കില്ലൊക്കെ ഉണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ അത്രയും ഈ സ്കില്ലിൽ ഞാൻ കോൺഫിഡൻ്റ് ആണെന്നൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു വീഡിയോ കോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും, ഗൂഗിൾ മീറ്റ് വഴി ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്നൊരു വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിനകത്തേക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗോ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം. അത് വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ മെസ്സേജ് അയച്ചോളൂ. റെഗുലർ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നിങ്ങൾ നോക്കേണ്ടത് ROI ആണ്. അതായത് നിങ്ങൾ ഈ ഒരു ഫീസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 6 മാസത്തെ കോഴ്സ് എടുക്കുന്നു. ആ 6 മാസത്തെ ആ ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് എത്ര നാൾ കൊണ്ട് എത്ര മടങ്ങായിട്ട് തിരിച്ചു കിട്ടുന്നു, ഒരു നെക്സ്റ്റ് ഒരു 2-3 ഇയേഴ്സിലെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തും കൊണ്ട് നിങ്ങൾക്ക് എത്ര തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അത് മാത്രമല്ല 5 വർഷത്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടി, നിങ്ങളുടെ സ്കിൽസ് ഈ സാധനമൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി കോഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയൊക്കെ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങളുടെ എന്ത് ഡൗട്ടായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. നമ്മുടെ ടീം അതിനെ റിപ്ലൈ ചെയ്യാനായിട്ട് റെഡിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.